ഓം നമോ നാരായണായ. എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. നാം ഇന്ന് 55-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം മുതൽ 10-ാമത്തെ ശ്ലോകം വരെയാണ് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നാം കണ്ടു, ഭഗവാന്റെ ചാട്ടത്തിൻ്റെ ശക്തി കൊണ്ട് കാളിന്തിയിലെ ജലമാകെ കലങ്ങി മറിഞ്ഞ് ഉയർന്നു പൊങ്ങി 8 ദിക്കുകളിലും ചെന്ന് അലച്ചു ഭയങ്കരമായ ശബ്ദമുണ്ടായി. അത് കേട്ട് കാളിയൻ അതിയായി കോപിച്ച് പുറത്തേക്ക് വരികയാണ്. ഈ ജലക്ഷോഭത്തിന് കാരണഭൂതനായ ഭഗവാന്റെ നേർക്ക് വീണ്ടും വിചാരം കൂടാതെ ആ സഹസ്രഫണങ്ങളിൽ നിന്നും ജ്വലിക്കുന്ന അഗ്നിയും അതുപോലെ തന്നെ ഉഗ്രവിഷത്തുള്ളികളും ചീറ്റിക്കൊണ്ട് ഭഗവാന്റെ നേരെ ചീറിയെടുത്തു. അതിനുശേഷം ശരീരമാസകലം കടിക്കുകയാണ്. ഭഗവാന്റെ ചേഷ്ടകളൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ ചുറ്റി വരികയും ചെയ്തു. നമുക്ക് ശ്ലോകം വായിച്ചു നോക്കാം, ശ്രദ്ധിക്കൂ. ജ്വലദക്ഷി പരിക്ഷരദുഗ്രവിഷശ്വസനോഷ്മഭരസ്സമഹാഭുജഗ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. ജ്വലദക്ഷി പരിക്ഷരദുഗ്രവിഷശ്വസനോഷ്മഭര സമഹാഭുജഗ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. ഭവന്തം പ്ലസ് അനന്തബലമാണ് ഭവന്തമനന്തബലം. സമവേഷ്ടയത് പ്ലസ് അസ്ഫുടചേഷ്ടം പ്ലസ് അഹോ സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. ഇത്രയുമേ ഉള്ളൂ. ഇനി അന്വയം നോക്കാം. ഉഗ്രവിഷശ്വസനോഷ്മഭരഃ സഹ മഹാഭുജഗഃ ജ്വലദക്ഷി അനന്തബലം ഭവന്തം പരിദശ്യ അസ്ഫുടചേഷ്ടം സമവേഷ്ടയത് അഹോ. പരിക്ഷരദുഗ്രവിഷശ്വസനോഷ്മഭരഃ. പരിക്ഷരത് ചുറ്റും പരക്കുന്ന, ഉഗ്രവിഷം ശ്വസനോഷ്മഭരഃ ശ്വസിക്കുമ്പോൾ ആ പുറത്തേക്ക് വരുന്ന ഉഗ്രവിഷം, ഊഷ്മഭരഃ ചൂട് നിറഞ്ഞതായിരുന്നു എന്നർത്ഥം. മഹാഭുജഗ ആ മഹാസർപ്പം, അതായത് കാളിയൻ, ജ്വലദക്ഷി ജ്വലിക്കുന്ന അക്ഷി, ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി. സഹസ്രഫണങ്ങളിലും 2 നേത്രങ്ങൾ വെച്ചുണ്ടാകും. അക്ഷി നേത്രം, കണ്ണ്, ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടിയ. അനന്തബലം വർദ്ധിച്ച അന്തമില്ലാത്ത ശക്തിയോടുകൂടിയ, അതായത് മഹാശക്തിയോടുകൂടിയ ഭവന്തം അങ്ങയെ, അതായത് ഗുരുവായൂരപ്പ നിന്തിരുവടിയെ, പരിദശ്യ കടിച്ചിട്ട്, എല്ലായിടത്തും കടിച്ചു. അതുകൊണ്ടാണ് പരിദശ്യ, ദശ്യ കടിച്ചിട്ട്, പരിദശ്യ എല്ലായിടത്തും, സർവത്ര ദേഹത്തിൻ്റെ എല്ലാ ഭാഗത്തും കടിച്ചു എന്നാണ്. അസ്ഫുടചേഷ്ടം ചേഷ്ടകൾ കാണാൻ കഴിയാത്ത വിധം, അതായത് ഭഗവാനെ നമുക്ക് കാണാനേ കഴിയില്ല, അതുപോലെ വരിഞ്ഞു മുറുക്കി ചുറ്റിയിട്ട് സർവത്ര കടിക്കുകയാണ്. സമവേഷ്ടയതി നല്ലതുപോലെ വരിഞ്ഞു ചുറ്റി. അഹോ കഷ്ടം, ആശ്ചര്യം തന്നെ, ഗുരുവായൂരപ്പ അങ്ങയെ വരിഞ്ഞു മുറുക്കി കളഞ്ഞല്ലോ എന്ന് മേൽപ്പത്തൂർ പറയുകയാണ്. ഭഗവാനെ കാണാനേ ഇല്ല ഇപ്പോൾ. അല്ലയോ ഭഗവാനെ, ഗുരുവായൂരപ്പ, ജ്വലിക്കുന്ന കണ്ണുകളോട് കൂടിയതും 4 ഭാഗത്തും വ്യാപിക്കുന്ന സഹസ്രഫണങ്ങളിൽ നിന്നും ശ്വസിക്കുമ്പോൾ ഉഗ്രവിഷ ചൂടുകാറ്റ് വമിപ്പിക്കുന്ന ആ കാളിയൻ, അന്തമില്ലാത്ത ശക്തിയോടുകൂടിയ അങ്ങയെ ദേഹമാസകലം ദംശിച്ചിട്ട്, അതായത് കടിച്ചിട്ട് ഭഗവാന്റെ ചേഷ്ടകൾ വ്യക്തമായി കാണാൻ കഴിയാത്ത വിധം ചുറ്റി വരിഞ്ഞുവല്ലോ. ഇതെന്താശ്ചര്യം ഭഗവാനെ എന്ന് ഇപ്രകാരം ശ്രീ മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ ആശ്ചര്യപ്പെടുകയാണ്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അവിലോക്യ ഭവന്തമധാകുലിതേ തടഗാമിനി ബാലകധേനുഗണേ വ്രജഗേഹതലേപ്യനിമിത്തശതം സമുദീക്ഷ്യ ഗതായമുനാം പശുപാഃ. അവിലോക്യ ഭവന്തം അധാകുലിതേ തടഗാമിനി ബാലകധേനുഗണേ വ്രജഗേഹതലേപ്യനിമിത്തശതം സമുദീക്ഷ്യ ഗതാ യമുനാം പശുപാഃ. നമുക്ക് പദച്ഛേദങ്ങൾ ആദ്യമായി നോക്കാം. ഭവന്തം പ്ലസ് അധാ പ്ലസ് ആകുലിതേ, ഭവന്തമധാകുലിതേ. വ്രജഗേഹതലേ പ്ലസ് അപി പ്ലസ് അനിമിത്തശതം, വ്രജഗേഹതലേപ്യനിമിത്തശതം. ഗതാഃ
എന്നതിലെ വിസർഗം ലോപിച്ചു പോയിരിക്കുന്നു, ഗത എന്നായിരിക്കുന്നു. ഇനി നമുക്ക് അന്വയം ശ്രദ്ധിക്കാം. അധ ഭവന്തം അവിലോക്യ തടഗാമിനി ബാലകധേനുഗണേ പശുപാഹ അപി വ്രജഗേഹതലേ അനിമിത്തശതം സമുദീക്ഷ്യ യമുനാം ഗതാഹ. അധ അനന്തരം ഭവന്തം അങ്ങയെ അവിലോക്യ കാണാതെ, ഭഗവാനെ അവിടെ എല്ലായിടത്തും നോക്കി, കാണാൻ സാധിച്ചില്ല. കാളിന്തിയിലേക്ക് കടമ്പുമരത്തിൽ നിന്നും ചാടിയ കണ്ണൻ പിന്നീട് ഉയർന്നു വന്നില്ല. എല്ലാവരും പരിഭ്രമിച്ചു. കണ്ണൻ എവിടെയാണ്? തടഗാമിനി, തടം തീരമാണ്. തടഗാമിനി യമുനയുടെ തീരത്തുള്ള ആ ബാലകന്മാരും, ബാലകധേനുഗണേ, ധേനു പശുവാണ്, ഗണം കൂട്ടം, ബാലകന്മാർ, ഇവിടെ ഗോപബാലന്മാരും പശുക്കൂട്ടങ്ങളും ആകുലിതേ, ആകുലരായി, ദുഃഖിതരായി തീർന്നു. അങ്ങയെ കാണാതെ വളരെയധികം ദുഃഖിച്ചു. പശുപാഹാപി, ഗോപന്മാരും വ്രജഗേഹതലേ, വ്രജത്തിൽ അതായത് ഗോകുലത്തിൽ അവരവരുടെ വീടുകളിൽ, ഗൃഹങ്ങളിൽ അനിമിത്തശതം, 100 കണക്കിന് ദുർനിമിത്തങ്ങൾ കണ്ടിട്ട്, സമുദീക്ഷ കണ്ടിട്ട്, യമുനാം ഗതാഹ, യമുനാ തീരത്തേക്ക് ഗതാഹ പോയി. പക്ഷേ ബലരാമന് ഭഗവാന്റെ അത്ഭുതങ്ങളും പ്രഭാവങ്ങളും എല്ലാം അറിയാവുന്നതുകൊണ്ട് ഒരു ചലനവും ഉണ്ടായില്ല, ഒരു പരിഭ്രമവും ഉണ്ടായില്ല. അങ്ങേ കാണായികയാൽ കാളിന്തി തീരത്ത് നിന്നിരുന്ന ഗോപബാലകന്മാരും പശുക്കൂട്ടങ്ങളും പരിഭ്രമിച്ചു. അതുപോലെ ദുർനിമിത്തങ്ങൾ കാണുകയാൽ ഗോകുലവാസികളും പരിഭ്രമിച്ച് കാളിന്തി തീരത്തേക്കെത്തി. എല്ലാവരും കാളിന്തിയിലേക്ക് ഉറ്റുനോക്കി, കണ്ണൻ പൊങ്ങി വരുന്നുണ്ടോ എന്ന്. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കണ്ണനെ കാണാതെ അവരെല്ലാം പരിഭ്രമിച്ചു. നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം. അഖിലേഷു വിഭോ ഭവദീയദശാമവലോക്യ ജിഹാസുഷു ജീവഭരം ഫണിബന്ധനമാശു വിമുച്യ ജവാദുദഗമ്യതഃ സജുഷാ ഭവതാ. അഖിലേഷു വിഭോ ഭവദീയദശാമവലോക്യ ജിഹാസുഷു ജീവഭരം ഫണിബന്ധനമാശു വിമുച്യ ജവാദുദഗമ്യത ഹാസജുഷാ ഭവത. നമുക്ക് ഈ പദച്ഛേദങ്ങൾ ഒന്ന് നോക്കാം. ഭവദീയദശാം പ്ലസ് അവലോക്യ, ഭവദീയദശാം അവലോക്യ, ഫണിബന്ധനം പ്ലസ് ആശു, ഫണിബന്ധനമാശു, ജവാദ് പ്ലസ് ഉദഗമ്യത, ജവാദുദഗമ്യത. ഇനി നമുക്ക് സാരാംശം നോക്കാം. വിഭോ എന്ന് വിളിച്ചിരിക്കുകയാണ്. അഖിലേഷു വിഭോ. അഖിലേഷു എന്ന വാക്ക് ഇവിടെ പശുക്കുട്ടികൾക്കും ഗോപാലകന്മാർക്കും മാത്രം ഉള്ളതല്ല. അതായത് ഇപ്പോൾ വ്രജത്തിൽ നിന്നും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഭഗവാൻ എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് കരുതി കണ്ണനെ കാണാതെ വിഷമിച്ച് നിൽക്കുന്ന ആ ഗോപാലന്മാരുടെയും പശുക്കൂട്ടങ്ങളുടെയും അടുത്തേക്ക് ഗോകുലവാസികളും എത്തിച്ചേർന്നു. അവരെല്ലാവരും വിഭോ, സർവേശ്വര, സർവവ്യാപിയായ ഭഗവാനെ, ഭവദീയ ദശാം അവലോക്യ, അങ്ങയുടെ അവസ്ഥയെ കണ്ടിട്ട്. നമുക്കറിയാം ഇപ്പോൾ ആ കാളിന്തി നദിയുടെ അന്തർഭാഗത്ത് എന്താണ് നടക്കുന്നതെന്ന് കരയിൽ നിൽക്കുന്നവർക്കൊന്നും അറിയില്ലല്ലോ. ആ മഹാസർപ്പം ഭഗവാനെ തൻ്റെ ഭീകര ശരീരം കൊണ്ട് ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. ഭഗവാന്റെ ചേഷ്ടകൾ പുറത്ത് കാണാത്ത രീതിയിൽ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആ ഭഗവാന്റെ അവസ്ഥ എന്താണെന്നറിയാതെ കരയിൽ നിൽക്കുന്നവരെല്ലാം തന്നെ പരിഭ്രമിച്ചിരിക്കുന്നു. ജീവഭരം, ജീവിതം എന്ന ഭാരത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. താങ്കളുടെ ജീവിതം തന്നെ ജിഹാസുഷു, വേണ്ടെന്ന് വെക്കാനായിട്ട് അവർക്ക് ആഗ്രഹം തോന്നി. ഭഗവാനില്ലാത്ത ഈ ലോകത്ത് ഞങ്ങളും വേണ്ട എന്ന് അവരെല്ലാവരും തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെയും ഉപേക്ഷിക്കാൻ അവർ ആഗ്രഹിച്ചു. അതാണ് ജിഹാസുഷു. ആശു ഭവത, ഇങ്ങനെ അവർ ആഗ്രഹിച്ചപ്പോഴേക്കും പെട്ടെന്ന്, ആശു പെട്ടെന്ന്, ഭവത അങ്ങയാൽ. ഇത് ഈ ജനങ്ങളുടെ എല്ലാം വിചാരം ഭഗവാൻ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ഫണിബന്ധനം വിമുച്യ, ഫണി സർപ്പമാണ്, ആ സർപ്പബന്ധനത്തിൽ നിന്നും വിമുച്യ, മോചിതനായിട്ട്, സ്വയം മുക്തനായിട്ട് ഭഗവാൻ തൻ്റെ ദേഹം അല്പമൊന്ന് വലുതാക്കിയപ്പോൾ കാളിയൻ്റെ ആ ബന്ധനം വിട്ടുപോയി. ആ ബന്ധനത്തിൽ നിന്ന് വേർപെട്ട് ഹാസജുഷ, ഹാസം ചിരിയാണ്,
ഇവിടെ ഹാസജുഷ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട്. ജവാദ് വേഗം തന്നെ. ഉദഗമ്യത ഉയർന്നു വന്നു. കാളിന്തിയുടെ അടിത്തട്ടിൽ നിന്നും ഭഗവാൻ അതാ ജലത്തിന് മുകളിലേക്ക് ഒരു ചിരി കൊണ്ട് ഇങ്ങനെ പൊങ്ങി വരികയാണ് എല്ലാവരുടെയും മുമ്പിലേക്ക്. കൃഷ്ണ ഗുരുവായൂരപ്പ. ഭഗവാനെ കാണാതെ അവരെല്ലാം കാളിന്തിയിലേക്ക് ചാടാൻ തുനിഞ്ഞു. തങ്ങൾക്കും ജീവിതം വേണ്ട, ഇനി ജീവിക്കണ്ട എന്ന് വിചാരിച്ചു. നിരാശരായി. അപ്പോൾ ബലരാമന് ഭഗവാന്റെ അത്ഭുത പ്രഭാവങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ അവരെ തടഞ്ഞു. ഭാഗവതം ദശമസ്കന്ധം 16-ാം അധ്യായം ശ്ലോകം 22 അത് പറഞ്ഞിട്ടുണ്ട്. ബലരാമൻ അവരെ തടയുന്നതായിട്ട്. അല്ലയോ സർവേശ്വര, സർവവ്യാപിയായ ഭഗവാനെ, എല്ലാവരും തന്നെ അങ്ങയുടെ അവസ്ഥയെ കണ്ടിട്ട് ജീവിതമാകുന്ന ഈ ഭാരത്തെ ഉപേക്ഷിക്കാനായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഉടനെ തന്നെ സർപ്പബന്ധനത്തിൽ നിന്നും വേർപെട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് വേഗത്തിൽ ആ നദിയിൽ നിന്നും ജലത്തിന് മുകളിലേക്ക് വന്നുവല്ലോ എന്ന് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. നമുക്കിനി 9-ാമത്തെ ശ്ലോകം നോക്കാം. അധിരുഹ്യ പണിരാജഭണാൻ നനുതേ ഭവതാ മൃദുപാദരുജ കളശിഞ്ചിത നൂപുരമഞ്ജുമിളത്കരകങ്കണ സങ്കുല സങ്ക്വണിതം. അധിരുഹ്യ തതഃ ഫണിരാജഫണാൻ നനുതേ ഭവതാ മൃദുപാദരുച കളശിഞ്ചിത നൂപുരമഞ്ജുമിളത്കരകങ്കണ സങ്കുല സങ്ക്വണിതം. ഈ ശ്ലോകത്തിലെല്ലാം തന്നെ സമസ്ത പദങ്ങളാണ്. ഭഗവാൻ കാളിയൻ്റെ പണങ്ങളിൽ ചവിട്ടി നൃത്തം തുടങ്ങുകയാണ് ഈ 9-ാമത്തെ ശ്ലോകത്തിൽ. നമുക്ക് അന്വയത്തിലേക്ക് കിടക്കാം. തതഃ ഫണിരാജഫണാൻ അധിരുഹ്യ ഭവത മൃദുപാദരുച കളശിഞ്ചിത നൂപുരമഞ്ജുമിളത് കരകങ്കണ സങ്കുല സങ്ക്വണിതം നനുതേ. തതഃ അനന്തരം ഫണിരാജഫണാൻ, ഫണിരാജൻ്റെ ഫണങ്ങളിൽ. ഇവിടെ ഫണിരാജൻ കാളിയനാണ്, സർപ്പരാജാവായ ആ കാളിയൻ്റെ ഫണങ്ങളിൽ. അധിരുഹ്യ കയറിയിട്ട്, ഭവത അങ്ങയാൽ, ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയാൽ. എങ്ങനെയാണ്? മൃദുപാദരുച മൃദുവായിട്ടുള്ള കോമളങ്ങളായിട്ടുള്ള പാദങ്ങൾ കൊണ്ട്. കളശിഞ്ചിത നൂപുരം, നൂപുരം പാദസരമാണ്, കാൽത്തളയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കളശിഞ്ചിത നൂപുര മഞ്ജുമിളത്കരകങ്കണ സങ്കുല സങ്ക്വണിതം. നമുക്ക് ആദ്യം കള എന്നെഴുതിയിരിക്കുന്ന മനോഹരമായ ശിഞ്ചിത നൂപുര, അതായത് കിലുങ്ങുന്ന കാൽശിലമ്പുകൾ, കാൽത്തളകൾ. അതുപോലെ തന്നെ മഞ്ജുമിളത്കരകങ്കണം, കരം കൈയാണ്. അതുപോലെ മഞ്ജു മനോഹരം മധുരമായ മഞ്ജുമിളത്കരകങ്കണ സങ്കുല സങ്ക്വണിതം, വളകളുടെയും ഈ പാദസരങ്ങളുടെയും മധുരമായ സമ്മിശ്ര ശബ്ദം. ഇത് രണ്ടും കൂടെ, കാല് ഒരു ഫണത്തിൽ നിന്ന് അടുത്ത ഫണത്തിലേക്ക് ചാടി ചവിട്ടുമ്പോൾ ഇങ്ങനെ ഡാൻസ് ചെയ്യല്ലേ, ആ ശബ്ദം ഇങ്ങനെ അതിനനുസരിച്ച് ആ ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ എന്നാണ്. നൃത്തം ചെയ്യുമ്പോൾ അതിന് വാദ്യഘോഷങ്ങൾ ആവശ്യമാണല്ലോ. ഇവിടെ ആ നൃത്തത്തിന് വാദ്യഘോഷങ്ങളുടെ അകമ്പടി എന്ന വണ്ണം ഭഗവാന്റെ കാൽച്ചിലമ്പുകളും അതുപോലെ തന്നെ കൈകളിൽ അണിഞ്ഞിട്ടുള്ള കൈവളകളും കിലുങ്ങുന്ന ശബ്ദം അകമ്പടി സേവിച്ചു എന്നാണ്. നൃത്തം ചെയ്യുമ്പോൾ മറ്റു വാദ്യഘോഷങ്ങൾ എങ്ങനെ അകമ്പടി സേവിക്കുന്നുവോ അതുപോലെ ഇവിടെ ഭഗവാന്റെ കൈവളകളും കാൽത്തളകളും കിലുങ്ങുന്ന ശബ്ദം, ആ മധുര ശബ്ദം ഭഗവാന്റെ നൃത്തത്തിന് അകമ്പടി സേവിച്ചു. നനുതേ നൃത്തം ചെയ്തു ഭഗവാൻ. അനന്തരം ഭഗവാൻ സർപ്പരാജാവായ കാളിയൻ്റെ ഫണങ്ങളിന്മേൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടുകയാണ്. ആ ഫണങ്ങളിൽ ചാടിക്കയറിയിട്ട് തൻ്റെ കോമളങ്ങളായ മൃദുപാദങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചവിട്ടി നൃത്തം ചെയ്യാൻ തുടങ്ങി. നൃത്തത്തിന് അകമ്പടി എന്ന വണ്ണം കണ്ണൻ്റെ കാൽപാദങ്ങളിലെ നൂപുരം, അതായത് കാൽത്തളകളും കൈകളിലെ മനോഹരമായ വളകളും കിലുങ്ങുന്ന ശബ്ദം വാദ്യഘോഷങ്ങളെന്ന പോലെ ആ നൃത്തത്തിന് അകമ്പടി സേവിച്ചു. മധുരമായ ആ ശബ്ദം കൂടിക്കലർന്ന് വളരെ മനോഹരമായി തീരുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് 10-ാമത്തെ ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം നോക്കാം.
ജഹൃഷു പശുപാസ്തു തുഷുർമുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണ ത്വയി നൃത്യതി മാരുതഗേഹപതേ പരിപാഹി സമാം ത്വമദാന്തഗതാത്. ജഹൃഷുഃ പശുപാസ്തു തുഷുർമുനയോ വവൃഷുഃ കുസുമാനി സുരേന്ദ്രഗണാഃ ത്വയി നൃത്യതി മാരുതഗേഹപതേ പരിപാഹി സ മാം ത്വമദാന്തഗതാത്. നമുക്ക് പിരിക്കാനുള്ള പദങ്ങളുണ്ടോ എന്ന് നോക്കാം. ആദ്യം തന്നെ പശുപാഹ പ്ലസ് തുതുഷുഹു പ്ലസ് മുനയഹ പ്ലസ് വവൃഷുഹു 4 പദങ്ങൾ ചേരുന്നുണ്ട് ഇവിടെ. ശ്രദ്ധിച്ച് വായിക്കുക. പശുപാസ് തുതുഷുർ മുനയോ വവൃഷുഹു എന്നായിട്ട് മാറുകയാണ്. മുനയഹ എന്നത് മുനയോ എന്നായിട്ട് മാറി. പശുപാസ് തുതുഷുർ മുനയോ വവൃഷുഹു. ഇനി 4ാം പദത്തിലേക്ക് വരുമ്പോഴേക്കും സഹ പ്ലസ് മാം, അവിടെ സഹ എന്ന പദത്തിലെ വിസർഗം ലോപിച്ചിട്ട് സമാം എന്നായി. ത്വം പ്ലസ് അദാന്തഗതാത്, ത്വം അദാന്തഗതാത്. ഇത്രയുമേ പദച്ഛേദങ്ങൾ കാണുന്നുള്ളൂ. നമുക്കിനി അന്വയം നോക്കാം. മാരുതഗേഹപതേ ത്വയി നൃത്യതി പശുപാഹ ജഹൃഷുഃ മുനയഃ തുതുഷുഃ സുരേന്ദ്രഗണാഃ കുസുമാനി വവൃഷുഃ സഹ ത്വം മാം അദാന്തഗതാത് പരിപാഹി. ഈ മാരുതഗേഹപതേ, മാരുതൻ കാറ്റാണ്, ഗേഹം വീട്, പതേ എന്ന് പറഞ്ഞിരിക്കുന്ന നാഥൻ. ആ ഗുരുവായൂരപ്പനെ പറഞ്ഞിരിക്കുന്ന വിശേഷണമാണത്. മാരുതഗേഹപതേ, എൻ്റെ ഗുരുവായൂരപ്പ ഭഗവാനെ, ത്വയി അങ്ങ്, നൃത്യതി, നൃത്യതി എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുന്നു എന്നാണ്. ഇവിടെ നൃത്തം ചെയ്തപ്പോൾ പശുപാഹ ഗോപന്മാർ ജഹൃഷുഹു ആഹ്ലാദിച്ചു, അവർക്ക് സന്തോഷം തോന്നി, വളരെയധികം ആനന്ദിച്ചു അവർ. മുനയഹ മുനിമാർ, തുതുഷുഹു അവർ തുഷ്ടരായി, സന്തുഷ്ടരായി, അതും സന്തോഷിച്ചു എന്ന് തന്നെ. സുരേന്ദ്രഗണാഹ സുരന്മാർ, ദേവന്മാർ, സുരേന്ദ്രൻ ദേവേന്ദ്രൻ, സുരേന്ദ്രഗണാഹ ദേവസമൂഹം, ഗണം കൂട്ടം. കുസുമാനി പുഷ്പങ്ങൾ, കുസുമം പുഷ്പം, കുസുമാനി പുഷ്പങ്ങൾ. വവൃഷുഹു വർഷിച്ചു, സഹ ആ, ത്വം അങ്ങ്, അങ്ങനെ ഉള്ള നിന്തിരുവടി ഭഗവാൻ, മാം എന്നെ, അദാന്തഗതാത്, അദാന്ത എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശമിക്കാത്ത. നമുക്കറിയാം മേൽപ്പത്തൂര് തൻ്റെ രോഗം ശമിക്കുന്നതിനായി പല വഴികളും നോക്കി. പക്ഷേ അവസാനമാണ് ഭഗവാന്റെ തിരുനടയിൽ വന്ന് ആ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് ശമിക്കാത്ത, അടങ്ങാത്ത ഈ രോഗപീഠയിൽ നിന്നും, ഗതാത് രോഗപീഠയിൽ നിന്നും, രോഗത്തിൽ നിന്നും, പരിപാഹി കാത്തുരക്ഷിച്ചാലും. ഭഗവാൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. പശുപാഹ ഗോപന്മാർ ജഹൃഷുഹു ആനന്ദിച്ചു, മുനയഹ തുതുഷുഹു മുനിമാർ സന്തുഷ്ടരായി, ദേവസമൂഹം സുരേന്ദ്രഗണാഹ കുസുമാനി വവൃഷുഹു പുഷ്പങ്ങൾ വർഷിച്ചു. അങ്ങനെയുള്ള ഭഗവാൻ എന്നെ ഈ രോഗത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അതായത് എൻ്റെ ഈ ശമിക്കാത്ത രോഗം കൊണ്ട് ഞാൻ വളരെയധികം കഷ്ടപ്പെടുകയാണ്. ഭഗവാനെ, എല്ലാവരെയും സന്തുഷ്ടരാക്കി അങ്ങ് എൻ്റെ ഈ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 55-ാം ദശകം മേൽപ്പത്തൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കും അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൃഷ്ണ ഗുരുവായൂരപ്പ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. വേണ്ടപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം, തവ ചരണം.